നമസ്കാരം. വെൽക്കം ടു ഗീതാസ് ഭക്തി ഗീതം. വൺ ഡേ വൺ ശ്ലോകം. ശ്രീമദ് മഹാഭാഗവതം 645th day. ടുഡേ 4th ശ്ലോക ഓഫ് 5th chapter പ്രഥമസ്കന്ധം. ഗീതാസ് ഭക്തി ഗീതം ഒരു ദിവസം ഒരു ശ്ലോകം. ഇന്ന് 645 ദിവസം. പ്രഥമസ്കന്ധത്തിലെ 5ാമത്തെ അധ്യായത്തിലെ 4ാമത്തെ ശ്ലോകമാണ് ഇന്ന് പാരായണം ചെയ്യുന്നത്. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. ഹരിശ്രീ ഗണപതയേ നമഃ. അവിഘ്നമസ്തു ശ്രീ ഗുരുഭ്യോ നമഃ. ഓം തത്സത്. കൃഷ്ണം നാരായണം വന്ദേ. കൃഷ്ണം വന്ദേ വ്രജപ്രിയം. കൃഷ്ണം ദ്വൈപായനം വന്ദേ. കൃഷ്ണം വന്ദേ പൃഥാസുതം. ശ്രീപരമാനന്ദനാഥനായി അദ്വൈതദീപമായി മോക്ഷേക്ഷു വൃന്ദമന്ദാരമായി കാരുണ്യവാരിധിയായി വിഭൂദേശനാം നാരായണൻ മമ മന്ദത മാറ്റണം. ഓം തത്സത്. ശ്രീമദ് മഹാഭാഗവതം പ്രഥമസ്കന്ധത്തിലെ 5ാമത്തെ അധ്യായത്തിലെ 4ാമത്തെ ശ്ലോകം. ജിജ്ഞാസിതമതീതം ച ബ്രഹ്മ യത്തത് സനാതനം അദാഭിശോചസ്യാത്മാനം അകൃതാർത്ഥ ഇവ പ്രഭോ. ഓം തത്സത്. ജിജ്ഞാസിതമതീതം ച ബ്രഹ്മ യത്തത് സനാതനം അദാഭിശോചസ്യാത്മാനം അകൃതാർത്ഥ ഇവ പ്രഭോ. ഓം ശ്രീകൃഷ്ണായ നമഃ. ഓം തത്സത്. ജിജ്ഞാസിതം വിചാരിക്കപ്പെട്ടു, അതീതം അതീതം ച പ്രാപിക്കപ്പെടുകയും ചെയ്തു, ബ്രഹ്മം യത് തത്ത്. യത് എന്ന് പറഞ്ഞാൽ യാതൊന്നു, തത് അത്, സനാതനം ഏതുകാലത്തും ഉള്ളതായ, അധാഭി എന്ന് പറഞ്ഞാൽ എങ്കിലും, ശോചസ്യ ആത്മാനം ശോചസി ആത്മാനം ദുഃഖിക്കുന്നു, ആത്മാനം ആത്മാവിനെക്കുറിച്ച്, അകൃതാർത്ഥം കൃതാർത്ഥനല്ലാത്തവനെ പോലെ, അകൃതാർത്ഥം, ശോചസ്യ ആത്മാനം അകൃതാർത്ഥം, ഇവ പ്രഭു ഇങ്ങനെ തോന്നുന്നു. ഇവ എന്ന് പറഞ്ഞാൽ പോലെ തോന്നുന്നു. പ്രഭോ എന്ന് പറയുന്നത് അല്ലയോ മഹാത്മാവേ, ഹേ പ്രഭുവായിട്ടുള്ളവനെ. വ്യാസഭഗവാനെയാണ് നാരദർ അങ്ങനെ പറഞ്ഞ് വിളിക്കുന്നത്. അല്ലയോ പ്രഭുവായിട്ടുള്ളവനെ, അറിയേണ്ടതായ സകലവും അങ്ങുന്ന് നന്നായി അറിഞ്ഞിരിക്കുന്നു. ഏതിനെക്കുറിച്ചാണോ ഏതുകാലത്തും നശിക്കാത്ത നിത്യമായിരിക്കുന്ന ആ പരബ്രഹ്മം യാതൊന്നോ അതും അങ്ങയാൽ വിചാരിക്കപ്പെടുകയും പ്രാപിക്കപ്പെടുകയും ചെയ്തു. അല്ലയോ പ്രഭോ, ഇത്രയെല്ലാം ചെയ്തിട്ടും അങ്ങിനെ കണ്ടാൽ എന്തോ ചെയ്തു തീർക്കാത്തവനെന്ന മട്ടിൽ നിങ്ങളുടെ ആത്മാവിന് ഒരു ക്ലേശമുണ്ടല്ലോ. എന്താണ് ആ ക്ലേശത്തിന് കാരണം എന്ന് ശ്രീ നാരദർ വ്യാസഭഗവാനോട് ചോദിക്കുകയാണ്. സരസ്വതി നദീതീരത്തിരുന്നു കൊണ്ട് തൻ്റെ ആത്മാവിന് എന്തോ ഒരു തൃപ്തികേടുണ്ട്. എന്താണ് ഞാൻ ചെയ്യാത്തത്, എന്തൊക്കെയൊക്കെയോ ഞാൻ ചെയ്തല്ലോ, താൻ ചെയ്ത കാര്യങ്ങളൊക്കെ ഓർത്തു നോക്കിയിട്ട് എന്തോ ഇതൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിലും തനിക്ക് എന്തോ ഒരു തൃപ്തികേട്, ഒരു സന്തോഷക്കുറവ് ഉണ്ടല്ലോ, അതെന്താണ് എന്ന് വിചാരം ചെയ്യുന്ന വ്യാസമഹർഷിയുടെ മുന്നിലാണ് നാരദർ പ്രത്യക്ഷപ്പെട്ടിട്ട് ഇപ്രകാരം ചോദിക്കുന്നത്. എല്ലാം അറിഞ്ഞിട്ടുള്ള, എല്ലാം ചെയ്തു, പ്രാപിക്കേണ്ടതെല്ലാം പ്രാപിക്കപ്പെട്ടായിട്ടുള്ള അവിടുന്ന് എന്തോ ഒരു ക്ലേശം ഉള്ളതുമാതിരി തോന്നുന്നുവല്ലോ എന്ന് പറയുകയാണ്. ശ്ലോകം ഒരിക്കൽ കൂടി. ജിജ്ഞാസിതമതീതം ച ബ്രഹ്മ യത്തത് സനാതനം അദാഭിശോചസ്യാത്മാനം അകൃതാർത്ഥ ഇവ പ്രഭോ. ഓം തത്സത്. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. എല്ലാവരുടെയും നന്മയ്ക്കും ആയുരാരോഗ്യ സൗഖ്യത്തിനുമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ശ്ലോകം ഭഗവത് സമക്ഷം സമർപ്പിക്കുന്നു. ഗീതാരാജൻ. താങ്ക് യു ഫോർ വാച്ചിങ്. ഓൾ ദ ബെസ്റ്റ്.
ഹാവ് എ വെരി വെരി നൈസ് ഡേ. ഗോഡ് ബ്ലസ് യു. ദൈവം അനുഗ്രഹിക്കട്ടെ. എല്ലാവർക്കും എല്ലാവിധ ആയുരാരോഗ്യ സൗഖ്യവും നന്മയും ഉണ്ടാകട്ടെ. ഓം തത്സത്.